ഹായ് ഗൈസ്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ കയ്യിലും ഓരോ പൊതിയുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 ഇവളുടെ പിറന്നാളായിരുന്നു. അപ്പം ഈ പൊതി എവിടുന്ന് വന്നത് ഞങ്ങൾക്ക് അറിയില്ല. ആരും ഞങ്ങൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് വന്നേ. പക്ഷെ ഇതിനകത്ത് അഡ്രസ്സ് കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചു കഴിഞ്ഞ ഒരു പൊതിയാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ആദ്യം കാണിച്ചു തരാം. അതിനു മുമ്പ് ഇത് എവിടുന്നാ വന്നതെന്നൊന്നും ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് മീൻസ് ഒരു നന്ദി പറയാണ്. ഇവളുടെ പിറന്നാളിന് വന്നതാണ്. ഇതിനകത്ത് മുട്ടായും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ കാർഡും ഉണ്ട്. അപ്പൊ പിറന്നാളിന് വന്നതാണ്. IE സെക്ഷൻ പ്രിയദർശിനി നഗർ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് അഡ്രസ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് വേറൊരു ലെറ്ററോ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇത് ആര് തന്നെ ഇത് ആര് തന്നെയാണെങ്കിലും അവർക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പം ഇനി ഈ കവറിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിച്ചു തരും. യെസ്, ഇവർക്ക് ഗിഫ്റ്റ് കിട്ടിയായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഫസ്റ്റ് പെട്ടി പൊട്ടിച്ച് കാണിക്കട്ടെ. ഇതില് 3 ബുക്കാണുള്ളത്. ഓക്കെ, 3 ബുക്കാണ് ഗൈസ് ഇതിനകത്തുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഇക്കിക്കായ്, ഓക്കെ, പിന്നെ രാമൻ, പിന്നെ ഉള്ളത് ആറ്റോമിക് ഹാബിറ്റ്സ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് പരിഭാഷയിൽ നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ നല്ല ശീലങ്ങൾ വളർത്താൻ ഇവിടെ മോശം ശീലമായോണ്ടായിരിക്കാം അല്ലേ. ഇതാ 3 ബുക്ക്. ഇതൊക്കെ അനഘരാജ് എന്ന് പറയുന്ന അഡ്രസ്സിലാണ് കേട്ടോ വന്നുള്ളത്. അപ്പൊ യൂട്യൂബിൽ നിന്ന് വന്നതാണോന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ നിന്ന് വരാൻ ഇവളുടെ പേര് അങ്ങനെ പബ്ലിക് അല്ല. ഓക്കെ, പിന്നെ ഈ കവറിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻ ആർട്ട് ഗ്രാഫൈറ്റ് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അതായത് ഇവള് വരയ്ക്കുന്ന ആളാണെന്ന് അവർക്കറിയാൻ തോന്നുന്നു അല്ലേ. യെസ്, ഓരോ ടൈപ്പ് പെൻസിലും ഉണ്ട്. പിന്നെ ഒരു പാർക്കറിന്റെ ഒരു പേന വന്നിട്ടുണ്ട്. അത്യാവശ്യം 200 രൂപയാണ് ഇതിന്റെ മേലുള്ള വില. അത് പിന്നെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 825 രൂപേന്റെ ഒരു പേന. എന്നാലും ഇതൊക്കെ ആരാണ് കൊടുത്തിട്ടുള്ളത്? പിന്നെ 2 കിറ്റ്കാറ്റ് ഉണ്ട്. 2 കിറ്റ്കാറ്റ് ഉണ്ട്. പിന്നെ ഒരു ലെറ്റർ ഇതിനകത്തുണ്ട്. ഈ ലെറ്ററാണ് ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അല്ലേ. എന്താ ഇതിന്റെ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലായത് ഒന്നുമില്ല. ഒരു ആംബുലൻസ് പോയതാണ്, വയനാട്ടിലാണ്. ഓക്കെ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു കാർഡും ഉണ്ട് കേട്ടോ. സോ ഇത് ആരയച്ചു തന്നെയാണെങ്കിലും ഇത് എന്തിനെ അയച്ചു തന്നെയാണെങ്കിലും ഹാപ്പി ബർത്ത്ഡേക്ക് അല്ല, അങ്ങനല്ല, എന്തിന്റെ പേരില് എനിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേക്ക് അവരെ അയച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. അതിന് മാത്രം വലിയ ഒരു സംഭവം അല്ലല്ലോ. അപ്പം എന്തിന്റെ പേരിൽ അയച്ചു തന്നെയാണെങ്കിലും ഒരുപാട് നന്ദി. പിന്നെ ബുക്കുകളും കാര്യങ്ങളൊക്കെ അയച്ചു തന്നുണ്ട്. മീൻസ് എന്തായാലും അവര് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ അയച്ചതാണ്. അപ്പൊ അവരോടൊരു നന്ദി പറയും. നിനക്ക് അയച്ചതാ. ഇത് ഇവളിങ്ങനെയാണ്, വാ തുറന്നു കഴിഞ്ഞാൽ അബദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് അധികം തുറപ്പിക്കാത്തത്. അപ്പൊ എന്തായാലും നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ഇത് അയച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.